പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ നമ്മളിന്നറിയാൻ പോകുന്ന ഗ്രാമീണ വാർത്ത. മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച നല്ല നാളെയിലേക്ക് പുത്തൻ ചുവടുവെപ്പ് എന്ന ശീർഷകത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വം വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിലെ വടക്കൻ ഏരിയ, തെക്കൻ ഏരിയ എന്നീ രണ്ട് ഭാഗങ്ങളായി തരം തിരിച്ച് പദയാത്ര സംഘടിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ തൊട്ടുമുമ്പായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ മറന്നു പോകരുത്, പ്രത്യേകിച്ച് ഹരിത പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ. കാര്യം ഇവിടുത്തെ ശക്തി എന്താണെന്ന് വിളിച്ചോതുന്നതായിരുന്നു ആ യാത്ര. പ്രിയമുള്ളവരെ, ഈ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പാരായണം നമ്മൾ കേട്ടത്. അതിൻ്റെ ഒരല്പഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്തായാലും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 2 ദിവസത്തെ പദയാത്രയ്ക്ക് ശേഷം അതിൻ്റെ പര്യവസാനം കുറിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹ സംഗമം കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പരിപാടിയിൽ എത്തിച്ചേരാൻ വേണ്ടി വന്നുകൂടിയ ജനാവലിയാണ് നമ്മൾ സദസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സദസ്സിനെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നത് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി തൈക്കാടൻ അബ്ദുൽ സാഹിബാണ്. പ്രഭാഷണങ്ങളൊന്നും തന്നെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നടന്ന പ്രഭാഷണങ്ങൾ, വിശദമായ പ്രഭാഷണങ്ങൾ, സമദാനി സാഹിബിൻ്റെയും അതുപോലൊക്കെയുള്ള പ്രധാനികളുടെ സംസാരങ്ങളെല്ലാം അവരുടെ പ്രഭാഷണങ്ങൾ മുഴുവനായിട്ടുള്ള വീഡിയോ തൊട്ടു പുറകിലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. ഒത്തിരി കുട്ടികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊരു സ്നേഹ സംഗമമാണ്. മുസ്ലിം ലീഗ് എന്ന കുടുംബത്തിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലുള്ള എല്ലാവരും കൂടി ഒത്തുചേരാൻ വേണ്ടി ഒരു അവസരമാണ് 2 ദിവസത്തെ പദയാത്രയ്ക്ക് ശേഷം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് വൻ വിജയമായിരുന്നു എന്നും അത്തരം പ്രവർത്തനങ്ങളെ ഇങ്ങനെയുള്ള പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള നടപടികളോട് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ എങ്ങനെ സഹകരിക്കുന്നു എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ധാരാളം ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അവിടെ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ നടക്കുകയാണ്. വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകരും, വനിതാ ലീഗിൻ്റെ പ്രവർത്തകരും, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും, MSFൻ്റെ പ്രവർത്തകരും, ബാലകേരളയുടെ പ്രവർത്തകരും എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് തങ്ങളുടെ നേതൃത്വം ഒരു നിർദ്ദേശം നൽകിയപ്പോൾ ആ വിളി കേട്ട് ഓടി വന്നവരാണ് ഇവരൊക്കെ. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും യുവാക്കളും അതുപോലെ തന്നെ MSFൻ്റെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങളും മറ്റൊക്കെ ആയിട്ട് സജീവമായിട്ട് അവരവരുടെ ദൗത്യങ്ങൾ, അവരവരെ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ധാരാളം ആളുകളാണ് കടന്നു വരുന്നത്. ഇനിയും ഏറെ ആളുകൾ കടന്നു വരാനുണ്ട്. ചിലരൊക്കെ അവരവരുടെ വാഹനങ്ങളിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടാണ് എന്നുള്ള സ്റ്റിക്കർ പോലും പതിച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ആ കാറിൽ 21ാം വാർഡ് എന്ന് മെൻഷൻ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. സദസ്സിനുള്ളിലേക്ക് വരുമ്പോൾ എത്ര കണ്ടാലും മതി വരാത്ത അത്രയേറെ ആളുകളാണ് ഇവിടെ തമ്പടിച്ചു കൂടിയുള്ളത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഈ ഒരു സദസ്സിൽ വനിതകളുടെ പ്രാതിനിധ്യം അത്രയേറെയാണ്. ഒരു പക്ഷേ പുരുഷന്മാരെക്കാളേറെ ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ളത് സ്ത്രീകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വം ഒരിക്കലും ഇത്രത്തോനെ ആളുകൾ ഇവിടെ തമ്പടിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്ന് തന്നെ പറയണം. കാര്യം അഡീഷണലായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി ചെയറുകൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നു. അത്തരം കാര്യങ്ങൾക്ക് പോലും സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഇവിടെ ഒരുപക്ഷെ ഈ ഏരിയയിൽ ഒത്തിരി സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഐറിസ് ഓഡിറ്റോറിയം. അപ്പോൾ ആ ഐറിസ് ഓഡിറ്റോറിയം ധാരാളമാവും നമ്മുടെ ഇങ്ങനൊരു സംഗമം നടത്താൻ, നമുക്കത് തന്നെ ധാരാളം മതിയാകും എന്നൊക്കെ ആയിരിക്കാം നേതൃത്വം കണക്ക് കൂട്ടിയത്. പക്ഷേ അവരുടെ കണക്ക് കൂട്ടുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഹരിത പ്രസ്ഥാനം ഒരുപക്ഷെ അവർ മുൻകാലങ്ങളിൽ കാണുന്നതിനേക്കാളേറെ ശക്തമാകുകയാണ്. ഒരുപക്ഷെ പുതുജനറേഷൻ കൂടുതലായിട്ട് ഹരിത പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു. തങ്ങളുടെ പൂർവികർ സഞ്ചരിച്ച പാതയിലൂടെ തന്നെ ഞങ്ങൾക്കും സഞ്ചരിക്കേണ്ടതുണ്ട്. കാര്യം ഈ ഹരിത പൂങ്കോടിയുടെ കീഴിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രമാത്രം സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കിയതിൽ ഹരിതപ്രസ്ഥാനത്തിൻ്റെ പങ്ക് ചെറുതല്ല വലുതാണെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ടാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹരിതപ്രസ്ഥാനത്തെ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും മാറ്റം വരുത്തുന്നത് അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ്. ഒത്തിരി നന്മയായ പ്രവർത്തനങ്ങൾക്ക് കേരള ജനത സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ നിന്നും.
രാഷ്ട്രീയ എതിരാളികൾ അവനവൻ്റെ പ്രസ്ഥാനങ്ങളുടെ അവനവൻ്റെ സംവിധാനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അതല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി വിവിധ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടെ അവരുടെ സ്വകാര്യതയിൽ അവർ അത് അംഗീകരിക്കുന്നുണ്ട്. ഇത്തരം നന്മയായ പ്രവർത്തനങ്ങൾക്ക് പകരം വെക്കാൻ മുസ്ലിം ലീഗിനോട് കിടപിടിക്കാൻ മറ്റൊരു പ്രസ്ഥാനത്തിനും സാധ്യമല്ല എന്നൊരു തിരിച്ചറിവ് ഇല്ലാത്തവരായിട്ടല്ല. പക്ഷെ അതങ്ങനെയാണ്. അവനവൻ്റെ രാഷ്ട്രീയ സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ, അത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ, ജനങ്ങളുടെ പങ്കാളിത്തം കൂടുന്നതോടുകൂടെ പ്രസ്ഥാനത്തോട് കൂടുതൽ ജനങ്ങൾ അടുക്കുന്നതോടുകൂടെ അവർ ജനപ്രതിനിധികളായി മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ വിജയം ഉറപ്പാക്കാൻ അവർക്ക് സാധിക്കും. അതുവഴി കൂടുതൽ സീറ്റ് നേടാനും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും MLAയും MP ഒക്കെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാവരും അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവനവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതൊക്കെ സർവ്വസാധാരണയാണ്. അതിനോടൊന്നും നമുക്ക് വിമർശനങ്ങളില്ല. പക്ഷേ ഓരോ പാർട്ടിക്കും ഓരോ രീതിയിലുള്ള പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടവരാണ്. അതിനൊരു ഉദാഹരണമാണല്ലോ കേരളത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള പോരാട്ടം. അവർ തമ്മിൽ പരസ്പരം കരിവാരിത്തേക്കുന്ന പല പല കാര്യങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിക്കാറുണ്ട്. CPMൻ്റെ ഭാഗത്തു നിന്നൊക്കെ UDFനെതിരായിട്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരായിട്ട് വളരെ മോശമായ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വരാറുണ്ട്. പലപ്പോഴും അത് തിരിച്ചും വരാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, കേരള സംസ്ഥാനം വിട്ട് കഴിഞ്ഞാൽ തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ CPMഉം ഉണ്ട് കോൺഗ്രസിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ സ്റ്റാലിനോടൊപ്പം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവനവൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അതിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. എന്തായാലും നല്ല രീതിയിലുള്ള പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ പറ്റുന്ന ഒത്തിരി പ്രഭാഷകർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രഭാഷണങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് ഗണ്യമായി വർദ്ധിക്കും. പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൻ്റെ വിജയം എന്തുമാത്രമുണ്ട്, അതിൽ ജനപങ്കാളിത്തം എന്തുമാത്രം വളർന്നു, ഇതൊരു ചരിത്ര സംഭവമായി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അത് എന്തൊക്കെയായിരുന്നു, അതിൻ്റെ ഉള്ളറയിൽ എന്തൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള A to Z വിവരങ്ങളാണ് ഇതിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇവിടുത്തുകാരായിരിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് കൽപ്പകഞ്ചേരി പഞ്ചായത്തിനുള്ളിലെ പൊതുജനങ്ങൾക്ക് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലൂടെ ഒത്തിരി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു എന്ന് പ്രൂവ് ചെയ്യുന്ന കാഴ്ചകളാണ് ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത്. ഒരുപക്ഷെ കൽപ്പകഞ്ചേരിയിലേക്കൊക്കെ വരുമ്പോൾ കൽപ്പകഞ്ചേരിയെക്കുറിച്ച് അടുത്തറിയുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും, മുസ്ലിം ലീഗിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലും അല്ലാത്ത രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, സമ്പന്നരായിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ സമ്പത്തിലെ നല്ലൊരു വിഹിതവും ഈ നാടിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി അവർ ചെലവഴിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ മതസാഹോദര്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നേർച്ചകളായാലും പൂരങ്ങളായാലും പള്ളിയായാലും അമ്പലങ്ങളായാലും അവിടങ്ങളൊക്കെ നടക്കുന്ന പരിപാടിയിൽ ഇരുവിഭാഗവും ഒരുപോലെ സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഹൈന്ദവ സഹോദരരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ അവരുടെ പല പല പരിപാടികൾക്കും പല പ്രവർത്തനങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകുന്നതൊക്കെ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക്, അങ്ങനെ ഒരു കൾച്ചറിലേക്ക് അവരെ കൊണ്ടുവരാനൊക്കെ മുസ്ലിം ലീഗ് വഹിച്ച പങ്ക് വലുതാണ്. അതിനൊക്കെയുള്ള ഒരു അംഗീകാരം കൂടി ആയിരിക്കാം പാർട്ടി ഇങ്ങനെ ഒരു സദസ്സ് വിളിച്ചു വരുത്തിയപ്പോൾ അതിലേക്ക് ഇത്രമാത്രം ആളുകൾ ആകൃഷ്ടരായി ഓടി വരാനുള്ള കാരണം. ഇവിടെ സമദാനി സാഹിബ് ഇങ്ങോട്ട് കടന്നു വരികയാണ്. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ അമരക്കാരൻ തെയ്യമ്പട്ടൽ ഷറഫുദ്ദീൻ സാഹിബിൻ്റെ കൂടെ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി പ്രവർത്തകരും അതുപോലെ തന്നെ സ്ത്രീകൾ, പ്രായം ചെന്ന കാരണന്മാർ, അതുപോലെ കുട്ടികൾ കണ്ടില്ലേ, കുട്ടികളൊക്കെ ഓടി വന്ന് സമദാനി സാഹിബിന് കൈ കൊടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരുന്ന വഴികളിലുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. വരുന്ന എല്ലാവരെയും അദ്ദേഹത്തിന് കൈകൊടുക്കാൻ വേണ്ടി ഓടി വരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ മുതിർന്നവർ, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള അഭിവാദ്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് സമദാനി സാഹിബ് വേദിയിലേക്ക് കടന്നു വരുന്നത്. സമദാനി സാഹിബിൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയിലും അദ്ദേഹത്തിൻ്റെ ആവേശത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത്രയും വലിയൊരു സദസ്സിനെ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും സമദാനി സാഹിബ് സ്റ്റേജിലേക്ക് കടന്നു വന്നു. ഇനി ഇവിടെ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ തന്നെ യുവാക്കളെയൊക്കെ ഒത്തിരി സ്വാധീനിക്കുന്ന പഠനാർഹമായ നല്ലൊരു പ്രഭാഷണം തന്നെ സമദാനി സാഹിബ് കാഴ്ചവെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വീഡിയോയിലൂടെ ആയിട്ട് ഈ ചാനലിലൂടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അത്തരം കാഴ്ചകളൊക്കെ എത്തിക്കും. അതുകൊണ്ട് തന്നെ തുടർന്ന് വരാനുള്ള കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതൊരു നല്ല വാർത്തയാണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് സമ്മാനമായി നൽകാനും മറന്നു പോകരുത്. കാരണം നിങ്ങളുടെ പ്രതികരണങ്ങളാണ് ഈ വീഡിയോ കൂടുതൽ ആളുകളുടെ മുമ്പിലേക്ക് റെക്കമെൻഡേഷനിലായിട്ട് യൂട്യൂബ് കൊണ്ടുപോകാൻ പ്രേരണയാകുന്നു, അതിനൊരു കാരണമായി മാറുന്നത് എന്നും കൂടെ പ്രേക്ഷകർ
മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയത്. എന്തായാലും പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. അടുത്ത വിശേഷങ്ങൾ തൊട്ടടുത്ത വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാം. ഒത്തിരി പ്രഭാഷണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാണ്ട് പഠനാർഹമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.